ഇവിടുത്തെ വികസനം കണ്ട് POKയിലെ ജനങ്ങൾ പറയും, ഞങ്ങൾ പാകിസ്ഥാന്റെ ഒപ്പമല്ല ഇന്ത്യയുടെ ഒപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന. പാകിസ്ഥാൻ മിലിറ്ററി ജനറൽ POKയിലെ ജനങ്ങളെ വിദേശികൾ എന്നാണ് വിശേഷിപ്പിച്ചത്. പാകിസ്ഥാൻ നിങ്ങളെ വിദേശികളായിട്ടായിരിക്കും കാണുന്നത്, ഫോറിനേഴ്സ് ആയിട്ടായിരിക്കും കാണുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ്, POKയിലെ ജനങ്ങളെ ഞങ്ങൾ വിദേശികളായിട്ടല്ല കാണുന്നത്, ഞങ്ങളുടേതായിട്ടാണ് കാണുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്നാഥ് സിംഗ് നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ ഭയങ്കര ചർച്ചയായിട്ടുണ്ട് രാജ്യാന്തര തലത്തിൽ. POK ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ നടക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ ഒരു കൂട്ടർ പറയുന്നത്, അയ്യോ വേണ്ട വേണ്ട, അത് വേലിയിലിരിക്കുന്ന പാമ്പാണ്, അതിനെടുത്ത് തോളി വെക്കരുത്, നമ്മുടെ ഭാഗമാക്കരുത്, POK നമുക്ക് വേണ്ട എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഈ രണ്ടാമത്തെ വാദം ഉന്നയിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, അത് വലിയ മണ്ടത്തരമാണ്. പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകേണ്ടതാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് കുറെ പേര് ഇന്ത്യയുടെ ഭാഗമാകണ്ട എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ്. പ്രധാനമായിട്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഭീകരവാദ സ്വഭാവമുള്ള ആൾക്കാരും കുറച്ചുപേർ അവിടെയുണ്ട്. പക്ഷെ അവിടെയുള്ള പോപ്പുലേഷൻ മുഴുവൻ അതുകൊണ്ട് അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ നല്ല മനുഷ്യർ അവിടെയുമുണ്ട്. നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, പാകിസ്ഥാനിലുള്ള ആൾക്കാരെല്ലാം തീവ്രവാദികളാണെന്നാണോ? ഒരിക്കലുമല്ല. വളരെ നല്ല മനുഷ്യര് ഒരുപാട് പാകിസ്ഥാനിലുണ്ട്. ഇന്ത്യയെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ളവരുണ്ട്, ഇന്ത്യയോടൊപ്പമാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായതിൽ അഭിമാനിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളുമുള്ള മനുഷ്യരവിടെയുണ്ട്. തീർച്ചയായിട്ടും POKയില് ഇന്ത്യൻ അനുകൂലികളുമുണ്ട്, ഇന്ത്യ എതിർക്കുന്നവരുമുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാന്റെ കയ്യിലുള്ള മുഴുവൻ കാശ്മീരിന്റെ ഭാഗങ്ങളെയും കൂടെ ചേർത്താണ് പറയുന്നത്. പാകിസ്ഥാൻ പറയുമ്പോൾ ആസാദ് കാശ്മീർ എന്ന് അവർ വിളിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ആ ഒരു പോർഷനെ മാത്രമാണ് അവർ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന വേറൊരു റീജിയൻ ആണ്. ശരിക്കും ഈ ആസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാൻ വിളിക്കുന്ന ആ ഒരു പ്രദേശം ടോട്ടൽ ഏകദേശം 13,297 കിലോമീറ്റർ സ്ക്വയർ വരുന്ന ഒരു പ്രദേശമാണ്. ഏതാണ്ട് 40 ലക്ഷമാണ് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതേ സമയത്ത് ഇതിനോടൊപ്പം തന്നെയുള്ള ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്നത് ഏതാണ്ട് 72,496 കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയുള്ള പ്രദേശമാണ്. പോപ്പുലേഷൻ 15 ലക്ഷത്തിൽ താഴെയാണ്. അതായത് ഇന്ത്യ POK എന്ന് വിളിക്കുന്ന പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള മുഴുവൻ കശ്മീർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു 55 ലക്ഷത്തിൽ താഴെ പോപ്പുലേഷനേ ഉള്ളൂ. നമുക്ക് വിക്കിപീഡിയയിൽ നിന്ന് അടക്കം കിട്ടുന്ന ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 85,000 കിലോമീറ്റർ സ്ക്വയറിന് മുകളിൽ വരും. അപ്പോൾ വലിയൊരു പ്രദേശമാണ്. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്നത് വലിയ പ്രദേശം, ആസാദ് കാശ്മീരിനേക്കാളും എത്രയോ മടങ്ങ് വലിപ്പമുള്ള പ്രദേശമാണ്. പോപ്പുലേഷൻ വളരെ കുറവാണ്. അതായത് ഇത്രയും വലിയൊരു ഏരിയ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ആകുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 40-50 ലക്ഷം വരുന്ന പോപ്പുലേഷൻ ഇന്ത്യയുടെ വിശാലമായ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. മാത്രമല്ല അത് ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതയുമാകില്ല. ഓൾറെഡി ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ആസാദ് കാശ്മീർ എന്ന് പറയുന്ന POK ഭയങ്കരമായിട്ടുള്ള ലാൻഡ് ഏരിയ വരുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഈ പോപ്പുലേഷൻ ഒന്നുമേ അല്ല. ആ ഒരു ലാൻഡിന്റെ വിസ്തൃതി വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു പോപ്പുലേഷനാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം POK ഇന്ത്യയുടെ ഭാഗമാകുന്നത് ഇന്ത്യക്ക് ഒരു ബാധ്യതയല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇന്ത്യക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ആസാദ് കാശ്മീർ എന്ന് പറയുന്ന ഭാഗം പാകിസ്ഥാന്റെ ചേർന്ന് കിടക്കുന്ന പ്രദേശം തന്നെയാണ്. പക്ഷെ ഗിൽജിത് ബാൾട്ടിസ്ഥാന് സ്ട്രാറ്റജിക്കലി വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന്റെ കാരണം ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്നത് ശരിക്കും അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്, ചൈനയുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന റീജിയൺ അല്ല ഇത്. നമ്മൾ ഇന്ത്യയുടേതാണെന്ന് പറയുന്നുവെങ്കിലും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ അതുപോലെ തന്നെ ഈ പറയുന്ന ആസാദ് കാശ്മീർ, ഈ 3 റീജിയൺ എന്ന് അത് പാകിസ്ഥാന്റെ വെർഷനാണ് കേട്ടോ, നമ്മുടെ വെർഷനല്ല. നമ്മൾ അതിനെ POK എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു റീജിയൺ പാകിസ്ഥാന്റെ കൈകളിലാണ് കുറേ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് തന്നെ. അപ്പൊ ഈ ഒരു പ്രദേശം ഇന്ത്യയുടെ കൈകളിൽ വന്നാൽ ഇന്ത്യക്ക് ഉണ്ടാവുന്ന പല ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡിൽ ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്. നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ സെൻട്രൽ ഏഷ്യയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇറാൻ വഴി പോകണം. കാരണം പാകിസ്ഥാനുമായിട്ട് നമ്മൾ നല്ല ബന്ധമല്ല. അപ്പൊ ഇറാനുമായിട്ട് പോകണം. ചാബഹാർ പോർട്ടിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് അവിടെയാണ്. നമ്മൾ ഇറാനിലൂടെയാണ് നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാൻ പറ്റുക. എന്നാൽ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്നതോടുകൂടി നമുക്ക് അഫ്ഗാനിസ്ഥാൻ വഴി സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ താലിബാനാണ് അധികാരത്തിലിരിക്കുന്നത്.
കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണത്. കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ ഉള്ളത് കൊണ്ട് പിന്നെ അവിടെ വലിയ മോഷണമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നത് പോലെ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ് താലിബാൻ. ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഗ്രൂപ്പാണ്. പക്ഷെ ഇന്ന് അവര് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നു എന്നാണ് അവർ സ്വയം പറയുന്നത്. അതിനായിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങളും ജനാധിപത്യ ധ്വംസനങ്ങളും ഒക്കെ നടക്കുന്നുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഭേദപ്പെട്ട നിലയിലേക്ക് ഭാവിയിൽ ഒരുപക്ഷെ ഇറാനെ പോലെയെങ്കിലും ഒരു രാജ്യമായിട്ട് അഫ്ഗാനിസ്ഥാൻ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ പോലുള്ള കാര്യങ്ങൾ, ഭീകരവാദ ആക്രമണങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാനിൽ കുറയുമെന്നും പ്രതീക്ഷിക്കാം. നേരത്തെ പറഞ്ഞ കള്ളന്റെ കയ്യിൽ താക്കോൽ എന്ന് പറയുന്ന സെയിം ലോജിക്ക് വെച്ച് അങ്ങനെ വന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ട്രേഡിന് ഏറ്റവും നല്ല ഒരു മാർഗമാണ്, സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഒരു മാർഗമാണ് അഫ്ഗാനിസ്ഥാൻ വഴി നമുക്ക് തുറന്നു കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ സെൻട്രൽ ഏഷ്യയിലേക്ക് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുമെന്നറിയോ? ഒന്ന്, അഫ്ഗാനിസ്ഥാൻ മാത്രമല്ല, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റഷ്യ, ഈ രാജ്യങ്ങളിലോട്ടൊക്കെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലൂടെ നമുക്ക് അസർബൈജാൻ വഴിയും അല്ലെങ്കിൽ ജോർജിയ വഴിയും ഒക്കെ യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ തുർക്കി വഴി നമുക്ക് യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടും. അപ്പൊ നമ്മുടെ വ്യാപാരത്തിന് ഭയങ്കരമായ സാധ്യതകൾ ഇത് തുറന്നിടും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ ട്രേഡിന്റെ ഏറിയ ഭാഗവും കടന്നു പോകുന്നത് നമ്മുടെ മലാക്ക കടലിടുക്കിലൂടെയാണ്. അപ്പൊ മലാക്ക കടലിടുക്കിലൂടെ കടന്നു പോകുമ്പോൾ രണ്ടാണ് ചൈനയുടെ മുമ്പിൽ ഇപ്പോഴത്തെ പ്രശ്നം. ഒന്ന്, അത് സ്വാഭാവികമായിട്ട് ഒരു ലോങ് റൂട്ടാണ്. ഇപ്പൊ ചൈനയിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫിലിപ്പൈൻസിന്റെ മൂക്കിന്റെ തുമ്പിലൂടെ വന്ന് സിംഗപ്പൂരിന്റെ ഇടയിലൂടെ മലേഷ്യയുടെ ഇടയിലൂടെ കയറി ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാറിന്റെ മൂക്കിന്റെ തുമ്പിലൂടെ പോയി ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മാൽഡീവ്സിന്റെയും അതുപോലെ ശ്രീലങ്കയുടെയും ഒക്കെ അടുത്തുകൂടെ വേണം ഈ ഒരു ട്രേഡ് റൂട്ട് കടന്നു പോകാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചൈനയ്ക്ക് വലിയൊരു ഭീഷണിയായിട്ടാണ് അവർ കാണുന്നത്. കാരണം ഫ്യൂച്ചറിൽ ഒരു പക്ഷേ US ഭാഗത്ത് നിന്നാവാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാകാം. കാരണം കടൽ മാർഗമുള്ള ഒരു റൂട്ട് ആയതുകൊണ്ട് ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു വഴി കൂടി കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യം ചൈനയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഇന്ത്യ നിക്കോബാർ ഐലൻഡിനകത്ത്, ഒരു ഗ്രേറ്റ് നിക്കോബാറിനകത്ത് ഒരു വലിയ ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ വളരെ മോശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കും അവർക്കൊരു പുതിയൊരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം അവരുടെ ട്രേഡ് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് അവർ തീർച്ചയായിട്ടും കൂടുതൽ വഴികൾ തേടുകയാണ്. അങ്ങനെയാണ് അവർ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ അറബിക്കടലിലേക്ക് പാകിസ്ഥാൻ വഴി ഡയറക്റ്റ് വളരെ എളുപ്പത്തിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണിത്. അപ്പൊ ഇതിപ്പോ കടന്നു പോകുന്നത് ഒന്ന് നമ്മുടെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ റീജിയണിലൂടെയാണ്, പിന്നെ പാകിസ്ഥാനിലുള്ള ഈ ബലൂച്ച് പ്രവിശ്യയിലൂടെയുമാണ് ഇത് കടന്നു പോകുന്നത്. അപ്പൊ ഇന്ത്യ ഏതെങ്കിലും തരത്തില് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പാക് ഒക്യുപ്പൈഡ് കാശ്മീർ പൂർണ്ണമായും പിടിച്ചെടുക്കുകയാണെങ്കിൽ, അത് യുദ്ധത്തിലൂടെ എന്ന് ഞാനിപ്പോ പറയുന്നില്ല, യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കുക എന്നത് ഈ കാലത്ത് പോസിബിൾ അല്ല. രാജ്നാഥ് സിംഗ് പറഞ്ഞൊരു പോയിന്റ് ആണ് അവിടെ പ്രധാനം. അവിടെയുള്ള ജനങ്ങൾ തന്നെ പറയണം, ഞങ്ങൾക്ക് ഇന്ത്യയിൽ പോയാൽ മതി, ഞങ്ങൾക്ക് ഇന്ത്യയുടെ കാശ്മീരിന്റെ കൂടെ ചേർന്നേ പറ്റൂ എന്ന് ജനങ്ങൾ പറയണം. ജനകീയമായ ഒരു പ്രതിഷേധത്തിലൂടെയും പ്രക്ഷോഭത്തിലൂടെയും ഒക്കെ അത് ഇനിയുള്ള കാലത്ത് സാധിക്കുകയുള്ളൂ. യുദ്ധം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ യുദ്ധം ചെയ്ത് പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ തന്നെ നമ്മുടെ മേൽ ഉപരോധങ്ങൾക്ക് റെഡി ആയിട്ടിരിക്കുകയാണ് അവിടെ സായിപ്പന്മാര്, ഇപ്പുറത്തെ ചൈന. അപ്പൊ അവർ തീർച്ചയായിട്ടും ഉപരോധം ഏർപ്പെടുത്തും. അത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ ഭയാനകമായ രീതിയിൽ ബാധിക്കും. അപ്പൊ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല. അപ്പോൾ ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയിൽ ചേരണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ അവർ തെരുവിലിറങ്ങിയാൽ പാകിസ്ഥാൻ പെട്ടുപോകും. അവരെ ഒരു പരിധിയിൽ കൂടുതൽ അടിച്ചമർത്താൻ പറ്റില്ല. അപ്പോഴും വരും സായിപ്പന്മാര് ഉപരോധവുമായിട്ട്, മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ട്. കാരണം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഏറ്റവും കൂടുതൽ കൊള്ളരുതായ്മയും പാപവും ചെയ്തിട്ടുള്ളവരൊക്കെ ഈ നൂറ്റാണ്ടിലെ പുണ്യാളന്മാരാണ്, അവരുടെ തലമുറയിൽപ്പെട്ടവര്. അപ്പൊ അതുകൊണ്ട് തന്നെ കോളനികളിൽ ചവിട്ടി മെതിച്ചവരുടെ പിന്മുറക്കാര് ഇന്ന് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഈ പറഞ്ഞ കടലാമ പ്രശ്നം വന്നാൽ പോലും അവരുടനെ അവിടെ മറ്റേ വലിയ നന്മ മരം ചൊരിയും. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനൊന്നും ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ഇവർ ഏതെങ്കിലും തരത്തിൽ അവിടെ അടിച്ചമർത്തലിന് ശ്രമിച്ചാൽ ഉപരോധം വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ ചാൻസ് ഇന്ത്യയുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഒരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഏതെങ്കിലും തരത്തിൽ ഈ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാവുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടാം. അതില് പ്രധാനമായിട്ട് നമുക്കറിയാം, അക്സായി ചിൻ എന്ന് വിളിക്കുന്ന ഒരു പ്രദേശം ചൈന കുറെ കാലമായിട്ട് 62-ലെ യുദ്ധത്തോടു കൂടി പിടിച്ചെടുത്തിട്ടുണ്ട്. അവരുടെ കൈകളിൽ അവർ നിയന്ത്രിക്കുകയാണ്. അപ്പൊ ചൈനയുമായിട്ട് പല തർക്കങ്ങൾ ഇന്ത്യക്കുണ്ട്. അതിർത്തി തർക്കം മാത്രമല്ല, ഒരുപാട് തർക്കങ്ങളുണ്ട്. ഒരുപക്ഷെ ചൈനയുടെ ഈ ഒരു എക്കണോമിക് കോറിഡോർ കടന്നു പോകണമെങ്കിൽ അങ്ങനെ ഒരു സമയം വരുമ്പോൾ ഇന്ത്യയുടെ കയ്യിൽ പാക് അധീന കാശ്മീർ എത്തിക്കഴിഞ്ഞാൽ
ഇന്ത്യയുടെ സപ്പോർട്ട് കൂടി ഉണ്ടായേ തീരുന്ന ഒരു അവസ്ഥ വരും. ഓൾറെഡി അവിടെ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചൈന നടത്തിയിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചാൽ നമുക്കൊരു പക്ഷേ അക്സായി ചിൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ അവസരം അത് തന്നേക്കാം. കാരണം ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് ആ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോ അക്സായി ചിൻ കയ്യിൽ വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ കയ്യിൽ ഇന്ത്യയിൽ നിന്ന് തട്ടിയെടുക്കാമെന്നോ ഒക്കെയുള്ള ചൈനയുടെ മോഹങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. ഇന്ത്യ ഒരു വലിയ പവറായിട്ട് മാറിക്കഴിഞ്ഞു. ചൈനയ്ക്ക് ഇനി നന്നായിട്ടറിയാം യുദ്ധം ചെയ്തൊന്നും ഇനി ഇന്ത്യയിൽ നിന്ന് അവർക്ക് ഒന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല, ഇന്ത്യയെ പിളർത്തിയെടുക്കാനും എളുപ്പമല്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്തുവാനും US-ൽ നിന്ന് അടക്കം നേരിടുന്ന ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമൊക്കെ ആയിട്ട് ഒരു പക്ഷേ ചൈന ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനും സാധ്യതയുണ്ട്. ഇതൊരു സാങ്കല്പികമായ സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ ചൈനയുമായിട്ടും യുദ്ധം ചെയ്യാതെ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ അക്സായി ചിഹ്നം തിരിച്ചു പിടിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. നമ്മൾ ഈ മാപ്പ് ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്ന എന്താണ്? തലയെടുപ്പോടെ നിൽക്കുന്ന ഇന്ത്യ എന്നാണ്. എന്നാൽ നമുക്ക് ഇന്ന് നന്നായിട്ട് അറിയാം അല്ലെ, ഇന്ത്യയുടെ മാപ്പ് നമ്മൾ ഇതാണെന്ന് പറയുമ്പോഴും ആ തലയുടെ പകുതി ഭാഗത്തോളം നമ്മുടെ കൈകളിൽ ഇന്നില്ല എന്ന്. അപ്പോൾ നമുക്കിപ്പോ ഗിൽജിത്തിലോ പാകിസ്ഥാനിലോ പോകണമെന്ന് വെച്ചാൽ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇന്ത്യക്ക് തീർച്ചയായിട്ടും പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായാൽ സെൻട്രൽ ഏഷ്യയിലേക്ക് ട്രേഡ് റൂട്ട് ഓപ്പൺ ചെയ്ത് കിട്ടും. ഒപ്പം അക്സായി ചിൻ എന്ന് പറയുന്ന പ്രവിശ്യയുടെ മേല് ഇന്ത്യക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഇന്ത്യക്ക് ചൈനയെ പ്രഷർ ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള അവസരം കൂടി അത് നൽകുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇന്ത്യ എല്ലാ രീതിയിലും പരിശ്രമിക്കുന്നുണ്ട്, എല്ലാ തരത്തിലും. നമ്മുടെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന് അസ്ഥാനത്ത് കയറി വന്നൊരു വാക്കല്ല, ആലോചിച്ചുറപ്പിച്ച് തന്നെ പറഞ്ഞതാണ്. POKയിലെ ജനങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ വേണ്ടതെല്ലാം ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചേക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.